നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക കേരള സഭയ്ക്കായി സംസ്ഥാന സർക്കാർ 2 കോടി രൂപ അനുവദിച്ചു എന്ന അതിപ്രധാനമായ വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന നിലവിളി ഉയരുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നതെന്നതാണ് ആരോപണ വിധേയമാകുന്നത്. 40 ലക്ഷം രൂപയാണ് അംഗങ്ങളുടെ യാത്രയ്ക്കും ആഹാരത്തിനും താമസത്തിനുമായി വകയിരുത്തിയിരിക്കുന്നത്. 15 ലക്ഷമാണ് പബ്ലിസിറ്റിക്ക് മാത്രമായി മാറ്റിയിരിക്കുന്നത്. 4ാം സമ്മേളനത്തിനായിട്ടാണ് സർക്കാർ 2 കോടി മാറ്റിവെക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. സമ്മേളനത്തിനുള്ള പന്തൽ കെട്ടാനും ഇരിപ്പിടമൊരുക്കാനും 35 ലക്ഷം രൂപ. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന അംഗങ്ങൾക്ക് 3 ദിവസം തിരുവനന്തപുരത്ത് താമസിക്കാൻ 25 ലക്ഷം രൂപ. ആഹാരത്തിന് 10 ലക്ഷം രൂപ. യാത്രയ്ക്കായി പണം ആവശ്യമുള്ളവർക്കായി നീക്കിയിരിപ്പ് 5 ലക്ഷം രൂപ. അടിയന്തര ആവശ്യങ്ങൾക്ക് 13 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ലോക കേരള സഭ ഒരു ധൂർത്താണെന്ന പ്രതിപക്ഷ ആരോപണം ശക്തമാണ്. ലോക കേരള സഭയിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാനായി 50 ലക്ഷം രൂപ മാറ്റിവെക്കാനിരിക്കുകയാണ്. വെബ്സൈറ്റ് നവീകരണത്തിനും വിവര സാങ്കേതിക സൗകര്യങ്ങൾക്കുമായി 8 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഓഫീസ് നടത്തിപ്പിനും മറ്റ് ചെലവുകൾക്കുമായി 19 ലക്ഷം രൂപ മാറ്റിവെച്ചു. അടുത്ത മാസം നടക്കാനിരിക്കുന്ന സമ്മേളനത്തിൽ 182 പ്രവാസി പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. MLA-മാരും സംസ്ഥാനത്തു നിന്നുള്ള MP-മാരും ഉൾപ്പെടെ ആകെ 351 അംഗങ്ങളാണ് ഇത്തവണത്തെ ലോക കേരള സഭയിൽ പങ്കെടുക്കുക. അതേസമയം കഴിഞ്ഞ വർഷവും ഇത് വളരെ വിവാദമായ ഒന്ന് തന്നെയാണ്. ഈ പണം മാറ്റിവെച്ചത് സംസ്ഥാനം കടക്കെണിയിലായിരിക്കുന്ന വേളയിലും മുഖ്യമന്ത്രി ദൂർത്ത് തുടരുകയാണെന്ന വിവാദമായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സംഭവത്തിന് സംസ്ഥാന സർക്കാർ നേരിട്ട വലിയ ആരോപണം. കഴിഞ്ഞ വർഷവും ഇതിനായിട്ട് 2.5 കോടി അനുവദിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ബജറ്റ് പ്രഖ്യാപനം അനുസരിച്ചാണ് വീണ്ടും തുക അനുവദിച്ചുള്ള സർക്കാർ ഉത്തരവ്. പണം അനുവദിച്ചിരിക്കുന്നത് മേഖലാ സമ്മേളനം, പരസ്യ പ്രചാരണം, യാത്ര എന്നിവയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. കടത്തിൽ മുങ്ങുമ്പോഴും US മേഖലാ സമ്മേളനത്തിനായി കോടികൾ ചിലവഴിച്ചത് വലിയ വിവാദമായതാണ്. ഇതിന്റെ ചിലവ് വിവരം പുറത്തുവിടാൻ സംഘാടകർ മടിക്കുമ്പോൾ തന്നെയാണ് വീണ്ടും പണം അനുവദിച്ചെന്നതും വളരെ വിവാദമായി കഴിഞ്ഞ വർഷം മാറിയിരുന്നു. മേഖലാ സമ്മേളനത്തിന്റെ പരസ്യം, യാത്ര, ഭക്ഷണം എന്നിവയ്ക്കായി 50 ലക്ഷവും ലോക കേരള സഭ നിർദ്ദേശം നടപ്പാക്കാൻ വിദഗ്ധരെ കണ്ടുവരുന്നതിന് 1.5 കോടിയുമായിരുന്നു കഴിഞ്ഞ വർഷം അനുവദിച്ചത്. വെബ്സൈറ്റ് പരിപാലനം, ഓഫീസ് ചിലവ് എന്നിവയ്ക്കായി 50 ലക്ഷവും പിണറായി സർക്കാർ അനുവദിച്ചിരുന്നു. ഇങ്ങനെ 2 കോടി രൂപയായിരുന്നു കേരള സഭയ്ക്ക് വേണ്ടി പിണറായി സർക്കാർ ചിലവഴിച്ചത്. അമേരിക്കയിലും സൗദിയിലുമായി 2 മേഖലാ സമ്മേളനങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇപ്രാവശ്യവും അതിനു വേണ്ടിയിട്ട് സർക്കാർ പണം മാറ്റിവെച്ചുകൊണ്ടുള്ള തീരുമാനം ഇപ്പോഴാണ് പുറത്തു വന്നത്. തീർച്ചയായിട്ടും വിമർശനങ്ങൾ പ്രതിപക്ഷം ശക്തമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.